നമസ്കാരം. കർക്കിടക മാസമായില്ലേ, ഔഷധക്കഞ്ഞി കുടിക്കണ്ടേ നമുക്ക്? ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം അകറ്റി നമുക്ക് നല്ല ആരോഗ്യപ്രദമായ ഒരു ശരീരവും മനസ്സും നൽകാൻ ഈ ഔഷധക്കഞ്ഞിക്ക് വളരെയധികം കഴിവുണ്ട്. നമുക്ക് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വർഷമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വിഷാംശങ്ങളെയും അഴുക്കുകളെയും നീക്കി നമുക്ക് ശരീരത്തിന് നല്ല ഊർജവും ആരോഗ്യവും നല്ല മനസ്സും പ്രദാനം ചെയ്യാനായിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ആദ്യത്തെ 7 ദിവസം ഈ ഔഷധക്കഞ്ഞി കുടിക്കുന്നത്. നോൺ വെജ് ഉപയോഗിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക ഈ 7 ദിവസങ്ങൾ. സാധാരണ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പറമ്പിൽ നിന്നും പറിച്ചെടുത്ത ഫ്രഷായ ഔഷധക്കൂട്ടുകളാണ് ഉപയോഗിക്കാറുള്ളത്. പോരാത്തതൊക്കെ 1-2 ചേച്ചിമാർ കൊണ്ടുവന്ന് തരുമായിരുന്നു. നമ്മള് ഒരു പ്രമുഖ ആയുർവേദ ഫാർമസിയുടെ ഔഷധക്കഞ്ഞിയുടെ ഒരു കിറ്റാണ് ഉപയോഗിച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത്. ദശമൂലങ്ങളും ദശപുഷ്പങ്ങളുമാണ് പ്രധാനമായും ഔഷധക്കഞ്ഞിയിൽ ഉപയോഗിക്കുക. ഇവ സമൂലം എന്ന് പറഞ്ഞാൽ ഒന്നും കളയാതെ വേരോടുകൂടി കഴുകി ഇടിച്ചു പിഴിഞ്ഞ നീരെടുക്കും. ദശമൂലങ്ങൾ ഇവയാണ്: മൂവില, ഓരില, കൂവളം, കുമ്പിൾ, മുഞ്ഞ, പാതിരി, പലകപ്പയ്യാനി, ചെറുചുണ്ട, ആനച്ചുണ്ട, ചെറിയ ഞെരിഞ്ഞിൽ, ദശപുഷ്പങ്ങൾ, ചെറൂള, കറുക, കയ്യോന്നി, മുക്കൂറ്റി, മുയൽച്ചെവിയൻ, നിലപ്പന, പൂവാങ്കുരുന്നില, തിരുതാളി, വള്ളിയുഴിഞ്ഞ, വിഷ്ണുക്രാന്തി. കൂടാതെ ആശാളി, ഉലുവ, ജീരകം, കക്കുങ്ക അഥവാ വട്ടുക ഇവയും കൂടി ഉപയോഗിക്കും. കഞ്ഞി ഉണ്ടാക്കാനായി സാധാരണ ഉപയോഗിക്കുന്നത് ഞവരരിയോ ഉണക്കലരിയോ ആണ്. സ്വാദ് കൂടുതൽ ഉണക്കലരിക്കാണ്, പക്ഷേ ഞവരരിക്ക് ഔഷധ ഗുണം കൂടുതലാണ്. നമ്മുടെ ശരീരത്തിന് ബലം നൽകാനും വിഷാംശങ്ങളെ നീക്കിക്കളയാനും നെർവ്സിനെല്ലാം ബലം നൽകി ഒരു ആയുസ്സും ആരോഗ്യവും നൽകാൻ ഞവരരി വളരെയധികം സഹായിക്കും. ഔഷധക്കഞ്ഞിക്ക് ഇത് കൂടാതെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തേങ്ങാപ്പാലും ഇന്ദുപ്പുമാണ്. ഔഷധക്കൂട്ട് വെള്ളത്തിൽ കലക്കി തിളപ്പിച്ച് അരിച്ചെടുക്കണം. അതിൽ ഞവരയരി കഴുകി ചേർത്ത് കുതിർത്തിയ ഉലുവയും ആശാളിയും ജീരകവും ചേർക്കുക. വട്ടുകായ തല്ലിപ്പൊട്ടിച്ച് കുതിർത്ത് കട്ടുകളഞ്ഞ് അരച്ചു ചേർക്കുക. അരി നല്ലവണ്ണം വെന്തു കഴിയുമ്പോൾ ഒരു മുറി തേങ്ങ ചിരകി പാല് എടുത്ത് അതിൽ ചേർക്കുക. പതുക്കെ തിള വന്നു തുടങ്ങുമ്പോൾ ഇറക്കി വെച്ച് മരുന്നുപൊടി നെയ്യിൽ വറുത്ത് അതിൽ ചേർക്കുക. അരികൾ 6, ജീരകം 3, ഇലവർങ്ങം, പച്ചില, നാഗപ്പൂ ഇവയാണ് മരുന്നുപൊടിയിലുള്ളത്. ഔഷധക്കഞ്ഞി തയ്യാറായി. ആവശ്യമുള്ളവർക്ക് ഇന്ദുപ്പ് ചേർക്കാവുന്നതാണ്. ഇനി അഥവാ കർക്കിടക മാസത്തിലെ ആദ്യത്തെ 7 ദിവസം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ
കർക്കിടക മാസത്തിലെ ഏതെങ്കിലും 7 ദിവസം കണ്ടിന്യൂസ് ആയി ഇത് കഴിക്കുന്നത് വളരെ പ്രയോജനകരം തന്നെയാണ്. ഇന്നത്തെ ഈ കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാനും മറ്റു പല രോഗങ്ങളെയും പ്രതിരോധിച്ച് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ ഈ ഔഷധക്കഞ്ഞി കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്